ഇപ്പൊ പറയത്തക്ക വിശേഷങ്ങളൊന്നുമില്ല. രക്തത്തിന്റെ കുറവുണ്ടെന്ന് മാത്രം. അതിനൊരു ഗുളി എഴുതി തരാം. ദിവസം ഓരോന്ന് വെച്ച് കൊടുത്താൽ മതി. താങ്ക് യു ഡോക്ടർ. വരട്ടെ. പള്ളയിലുള്ള സമയത്ത് പെണ്ണുങ്ങൾ ഇങ്ങനെ കട്ടിലേ കയറി കിടക്കുന്നത് നല്ലതല്ല. അടിച്ചു വാരോ, നെല്ല് കുത്തോ, അരയ്ക്കോ ഇടിക്കോ പൊടിക്കോ ഒക്കെ ചെയ്യേണ്ടതാ. ആ, സുഖപ്രസവത്തിന് അങ്ങനെയൊക്കെ ചെയ്യണമെന്നാ പഴമക്കാര് പറയുന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ പ്രസവിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടില്ലേ വലിയ കാര്യങ്ങളൊന്നും ഇടപെടരുതെന്ന്. ഇരിക്കും. ഈ സമയത്ത് തടി ഇളകിയാൽ കേട് കുഞ്ഞിനായിരിക്കും. ഇതൊക്കെ ഇവിടെ ഇരുന്നോട്ടെ. ഒന്നും നീ എടുത്ത് കഴിക്കണ്ട. സമയത്തിന് ഞാൻ വന്ന് എല്ലാം എടുത്തു തരാം. തൽക്കാലം ഇത് കഴിക്കേ. ചുമയ്ക്കുള്ള മരുന്ന്. തുല, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, ഇടവം, എട്ട്. വലിയ കാര്യങ്ങളിലൊന്നും തലയിടണ്ട കേട്ടാ. നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ കുഞ്ഞുമാമ സാഹിബിന്റെ പെണ്ണ് പ്രസവിച്ചു. 8ാം മാസത്തിലാ. എന്താ 8ാം മാസത്തിൽ പെണ്ണുങ്ങൾ പ്രസവിക്കാറില്ലേ? എന്റെ അറിവിലില്ല. പിന്നൊരു കാര്യം, കുഞ്ഞിന് നമ്മുടെ സുൾഫിക്കറിന്റെ ചായയാണത്രേ. അത് ബാപ്പ. എന്താ നീ പറയാമെന്ന്? ഒന്നുമില്ല. സംഗതി നേരായാലും നുണയായാലും നമ്മളായിട്ട് വരുമ്പോഴേ പറയണ്ട. ശരി. നമുക്ക് ഈ ഒഴിവുകാലം നമ്മുടെ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ കഴിച്ചുകൂട്ടും. എന്താ റംലത്തിന്റെ അഭിപ്രായം? അങ്ങയുടെ ഇഷ്ടം. ഉബൈദേ, നീ നാളെ രാവിലെ ചേനാച്ചുമ്മയും കൂട്ടി നമ്മുടെ എസ്റ്റേറ്റിലേക്ക് പോകണം. ബംഗ്ലാവൊക്കെ അടിച്ച് വൃത്തിയാക്കണം.
എസ്റ്റേറ്റ് കാര്യങ്ങളൊക്കെ നല്ലതുപോലെ നടക്കുന്നില്ലേ? ഒന്നിനും ഒരു കുഴപ്പമില്ല, നടക്കുന്നുണ്ട്. മാന്യ സുഹൃത്തുക്കളെ, ഈ വില്ലേജിൽ ഒരു സ്കൂൾ തുടങ്ങാൻ ഉദാരമായി സംഭാവന ചെയ്ത് ഇവിടെ സന്നിഹിതരായിരിക്കുന്നവർക്കും അല്ലാത്തവർക്കും ഈ കമ്മിറ്റിയുടെ പേരിൽ ഞാൻ ആദ്യമായി നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു സ്കൂൾ തുടങ്ങാൻ ഞങ്ങളെ പ്രേരിപ്പിച്ച് കെട്ടിട നിർമ്മാണത്തിന് വലിയൊരു തുക സംഭാവന ചെയ്ത് ഇവിടെ നമ്മുടെ മുൻപിലിരിക്കുന്ന കുഞ്ഞു മുഹമ്മദ് സാഹിബിന് പ്രത്യേകിച്ച് നന്ദി. നാം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട തെന്നിന്ത്യയിലെ പുണ്യസ്ഥലമായ നാഗൂരാൻവരെ പറ്റിയാണ് ഈ ഗാനമേള. മുസ്ലിമുകൾ മാത്രമല്ല, എല്ലാ മതസ്ഥരും ഒരുപോലെ ആരാധിക്കുന്ന ഒരു മുസ്ലിം പുണ്യസ്ഥലമാണ് നാഗൂർ എന്ന് പലരും അറിഞ്ഞിരിക്കില്ല. അതറിയിക്കാനാണ് നാഗൂർ ആണ്ടവരെ കുറിച്ച് പാടാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു ചെറിയ കാര്യം, ഞാൻ അജ്മീരിൽ നടത്തിയ ഗാനമേള നിങ്ങൾക്ക് ഹൃദ്യമായി തോന്നി എന്നെനിക്കറിയാം. അതുകൊണ്ടുകൂടിയാണ് നിങ്ങളുടെ പരിപൂർണ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു മുസ്ലിം പുണ്യവാനെ കുറിച്ചുള്ള ഗാനമേള എന്റെ ഗായക സംഘം ഇത്തവണ അവതരിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. തുടങ്ങിക്കോളൂ. എന്താ ഒരു ആലോചന? ഒന്നുമില്ല. എനിക്ക് നാഗൂർ വരെ ഒന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. കുംഭമാസത്തിൽ അവിടെ ഒരു നേർച്ചയുണ്ട്, അന്ന് പൊയ്ക്കളയാം. ശരി. മതി, ഇതങ്ങ് പാക്ക് ചെയ്തേ. നിങ്ങൾ ആ വണ്ടിയിൽ കയറിയിരിക്കും. മോനെ, ഇത് കൊള്ളാമല്ലോ. ഇത് വേണ്ട, എനിക്കിപ്പോ കണ്ട പോലത്തെ ട്രെയിൻ മതി. അത് ഉടനെ ഉണ്ടായിരുന്നല്ലോ മോനെ, ഇനി വന്നിട്ട് വേണം. 2 ദിവസത്തിനകം വരും. മോൻ എന്താ ഇങ്ങനെ നോക്കുന്നത്? ചുമ്മാ. മോനിപ്പോ വേറെ വല്ലതും വാങ്ങും. ട്രെയിൻ 2 ദിവസം കഴിഞ്ഞ് ബാപ്പ വാങ്ങിച്ചു തരാം. ദാ, ഇതൊക്കെ എന്ത് നല്ല കളിപ്പാട്ടങ്ങളാണെന്ന് നോക്കി. ശരിയാ മോനെ, തൽക്കാലം ഇതിരിക്കട്ടെ. ബൈദേ, നീ ഇതെല്ലാം പാക്ക് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകും. ഇതൊന്ന് പാക്ക് ചെയ്യ്. പമ്മനെ, ഇതൊന്ന് പൊതിഞ്ഞു കിട്ടി തന്നെ. ട്രെയിൻ മറക്കല്ലേ? മറക്ക്, നല്ല കാര്യമായി. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. റബ്ബർ ബ്രാൻഡ് ഇല്ലേ, പറഞ്ഞിട്ടേരെ. കണ്ടാ അതാ. പാപ്പാ, ആരെ വന്ന് നോക്കി? അല്ല, ഇതാര്? ഇരിക്കേ. ഞാൻ മോന് ട്രെയിനും കൊണ്ട് വന്നതാ. മോനെ, ഇവിടം വരെ വന്ന് എന്തിനാ ബുദ്ധിമുട്ടിയത്? ഞങ്ങൾ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. വൈദേ, കുടിക്കാൻ വല്ലതും കൊടുക്ക. എന്താ ഇതിന്റെ വില? അതൊക്കെ ഞാൻ പിന്നീട് വാങ്ങിച്ചോളാം. വീട് എവിടെയാ? കുറച്ച് അകലെയാ. ഇവിടെ ഒരു വാടക വീട്ടിൽ തനിച്ചാ താമസം. അപ്പോ പെണ്ണും പിടക്കോഴിയൊന്നും കാണൂല എന്നെ പോലെ. അല്ല, ഇത് കുടിച്ചില്ലല്ലോ. മറ്റന്നാൾ പെരുന്നാളല്ലേ, രാത്രി നമുക്ക് ഇവിടെ കൂടാം. ഞാൻ എന്റെ വേറെ ചില സ്നേഹിതന്മാരെയും ക്ഷണിച്ചിട്ടുണ്ട്. വരാം. മാം പോവാണോ? കട തുറന്നില്ല. മാമ പോട്ടെ മോനെ. ഞാൻ മറ്റേ ചാച്ചാ, ചാച്ചാ, ചാച്ചാ. ഇതാ ഗുളിക. ഷാജിമോന് പുതിയ കളിപ്പാട്ടം കിട്ടിയിട്ടുണ്ടല്ലോ. അന്ന് കളിപ്പാട്ടങ്ങൾ തന്ന കടക്കാരൻ കൊണ്ടുവന്ന് കൊടുത്തതാ. അയാൾ ഇതിന്റെ വില പോലും വാങ്ങിയില്ല. അത് വേണ്ടായിരുന്നു.